ഇപ്പൊ കുറച്ച് നാളെ ആയിട്ടുള്ളൂ നമ്മളെല്ലാവരും മൊബൈൽ ഫോണിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു 2015 മുന്നേ എന്ന് പറഞ്ഞാൽ ടച്ച് ഫോൺസ് ഒക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് ഇങ്ങനെയായിരുന്നു, നമ്മള് കൂടുതലും നമ്മൾ പോയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്സ് നമ്മള് ഡെവലപ്പ് ആയിട്ട് പിന്നെ അത് പുറത്ത് പോയിട്ട് കളിക്കുക അങ്ങനെയൊക്കെ. ഇന്നൊക്കെ മൊബൈൽ ഫോൺ ഗെയിംസ് അല്ലേ, എല്ലാവരും ഗ്രൂപ്പിൽ ഇരുന്നിട്ട് ചാറ്റിംഗ് ചെയ്യുക, ഗ്രൂപ്പിലിരുന്ന് ഗെയിംസ് കളിക്കുക. കുട്ടികളുടെ മുമ്പിൽ വെച്ചായിരിക്കും പേരൻസ് അമിതമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ ഫോൺ കിട്ടുമ്പോൾ അവരും അതിൻ്റെതായ രീതിയിൽ അവരുടെ ഫോൺ കിട്ടുകയാണല്ലോ. ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ പറയുന്ന മയക്കുമരുന്ന്, കഞ്ചാവിന്റെ അഡിക്ഷൻ പോലെ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. My cell phone is my best friend. It's my lifeline to the outside world. എന്നാണ് അമേരിക്കൻ സിംഗർ സോങ് റൈറ്റർ കാരി അണ്ടർവുഡ് പറഞ്ഞത്. ഇന്നത്തെ ഷീ ടോക്സിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുട്ടികളുടെ മൊബൈലിന്റെ ഉപയോഗത്തിനെ കുറിച്ച് സംസാരിക്കാം. ഓവർ ടു യു ശ്രീപ്രിയ. ശ്രീപ്രിയയുടെ എന്താ അഭിപ്രായം കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണതിനെ പറ്റി? ഇന്നത്തെ കാലത്ത് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആർക്കും മൊബൈൽ ഇല്ലാണ്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് മൊബൈൽ തന്നെയാണല്ലേ. അതെ. ഇപ്പൊ കുറച്ച് നാളെ ആയിട്ടുള്ളൂ നമ്മളെല്ലാവരും മൊബൈൽ ഫോണിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു 2015 മുന്നേ എന്ന് പറഞ്ഞാൽ ടച്ച് ഫോൺസ് ഒക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ അവർ ജനിച്ചു വീഴുന്നത് ടെക്നോളജിയുടെ ലോകത്തേക്കാണ്. അതുകൊണ്ട് അവർക്കിടയിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ശശിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ എല്ലാ അഡ്വാൻസ്മെന്റ്, അതായത് നമ്മുടെ ഈ ഫോണിന്റെ സിസ്റ്റം, നമ്മുടെ സെൽഫോണിന്റെ മുന്നേ തന്നെ നമ്മുടെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു വർക്കിംഗ് ഫോൺ ഇൻവെന്റ് ചെയ്ത് തന്നെ അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആയിരുന്നു. അതിന് പിന്നെ ശേഷമാണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ, അതായത് ഫസ്റ്റ് മൊബൈൽ ഫോൺ ഡെമോൺസ്ട്രേറ്റ് ആയത് ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് മാർട്ടിൻ കൂപ്പർ സർ ആയിരുന്നു ഫസ്റ്റ് ടൈം അത് ഡെമോൺസ്ട്രേഷൻ ചെയ്തത്. മോട്ടോറോല ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഗാഡ്ജറ്റ്. അവിടെ നിന്നായിരുന്നു പിന്നെ പല ടൈപ്പിന്റെ ജനറേഷൻ, അതായത് 1G തൊട്ട് 2G 3G 4G ഇന്ന് 5Gയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റ്സ് ഇനിയും കിടക്കുന്നുണ്ട് അതേപോലെ അഡ്വാൻസ് ആയിട്ട് ഡെവലപ്പ് ആയിട്ട് വരാനായിട്ട്. അപ്പൊ അവിടെ നിന്നാണ് തുടക്കം ഉണ്ടായിരുന്നത്. അതേപോലെ ഇന്ന് മൊബൈൽ ഫോൺ യൂസേജ് ഇപ്പൊ ശ്രീപ്രിയ പറഞ്ഞ പോലെ ഇന്നത്തെ കൊച്ചുങ്ങളെ ജനിച്ചു വീഴുന്നത് തന്നെ മൊബൈൽ ഫോണിന്റെ ഒരു ഡിജിറ്റൽ ഒരു മീഡിയമിലാണ്. അപ്പൊ എല്ലാ നാണയത്തിനും പ്ലസും മൈനസും ഉള്ള പോലെ ഇതിന്റെ അതെ മൊബൈൽ ഫോണിന്റെ അതെ പല ഇതുണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ അഥവാ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ കണക്ടിവിറ്റി, അതായത് കൊച്ചുങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് പണ്ട് ഇങ്ങനെയായിരുന്നു, നമ്മള് കൂടുതലും നമ്മൾ പോയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്സ് നമ്മള് ഡെവലപ്പ് ആയിട്ട് പിന്നെ അത് പുറത്ത് പോയിട്ട് കളിക്കുക അങ്ങനെയൊക്കെ. ഇന്നൊക്കെ മൊബൈൽ ഫോൺ ഗെയിംസ് അല്ലേ, എല്ലാവരും ഗ്രൂപ്പിൽ ഇരുന്നിട്ട് ചാറ്റിംഗ് ചെയ്യുക, ഗ്രൂപ്പിലിരുന്ന് ഗെയിംസ് കളിക്കുക, പിന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, അതുപോലെ പഠിത്തവും അതിൽ തന്നെ. അപ്പൊ എല്ലാ ആക്ടിവിറ്റീസും ഇന്ന് മുഴുവൻ സംലോക്ക് അയക്കുന്നത് ഇന്ന് ഡിജിറ്റൽ മീഡിയ മൊബൈൽ ഫോണിന്റെ ഉള്ളിലാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടികളിൽ നിന്ന് ഈ മൊബൈലിന്റെ അഡിക്ഷൻ മാറ്റുക എന്ന് പറയുന്നത്, പണ്ടത്തെ കാലത്ത് നമ്മൾ എല്ലാവരും കളിക്കാനായിട്ട് പുറത്താണ്, പാടങ്ങളും അതുപോലെ തന്നെ ഫ്രണ്ട്സും ആയിരുന്നു നമുക്ക് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇന്നെന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഇപ്പൊ എല്ലാം ഈ ഒരു മൊബൈലിന്റെ അകത്താണുള്ളത്. ഇപ്പോൾ ഗെയിം കളിക്കാനാണെങ്കിലും ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നമുക്ക് സംസാരിക്കാനാണെങ്കിലും കുട്ടികളുടെ മറ്റുള്ളവരായിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ. അല്ലാണ്ട് ഫോണിലൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിക്കും. പറയുകയാണെങ്കിൽ കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. അതെ, നേരത്തെ എങ്ങനെ നമ്മുടെ സിസ്റ്റം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇപ്പൊ പണ്ട് പോയിട്ട് നമ്മൾക്ക് സോഷ്യലൈസിങ് എൻവയറമെന്റ് കുറെ ധാരാളം നമ്മൾക്ക് ഉണ്ടായിരുന്നു. ഓരോരോ ആൾക്കാരെ പരിചയപ്പെടുക, അത് കൊച്ചിലെ നമ്മൾക്ക് ആ ഒരു ഹാബിറ്റ് വെച്ച് കേട്ട് നമുക്ക് സോഷ്യലൈസിങ് ചെയ്താൽ നമ്മൾക്ക് പെട്ടെന്ന് അതൊരു ഈസി വേ ആയിരുന്നു. ഇന്നെന്ന് പറഞ്ഞാല് എല്ലാം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അത് കൊച്ചുങ്ങൾക്ക് നേരത്തെ തൊട്ടേ അറിയാം. ഇതൊക്കെ ആപ്സ് യൂസ് ചെയ്യാനൊക്കെ നമ്മുടെ കാലത്ത് നമ്മൾക്ക് അതൊന്നും അത്ര ആപ്പിന്റെ നോളേജ് ഒന്നും നമ്മൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഫോൺ ഒന്ന് ഡെവലപ്പ് ആയിട്ട് നമ്മുടെ വേറെ ഉണ്ടായിരുന്നുള്ളൂ, ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കൊച്ചുങ്ങൾക്ക് എല്ലാ ഇലക്ട്രോണിക് സിസ്റ്റമും എല്ലാ ഡിവൈസസിനെ പറ്റിയിട്ട് നേരത്തെ കുറിച്ചൊരു ധാരണയുള്ള കാരണം അവരിന്ന് പഠിപ്പും അത് അതിൻ്റെ ഉള്ളില്. അത് മാത്രമല്ല എഡ്യൂക്കേഷൻ, നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമും അത് ഭയങ്കരമായിട്ട് സെൽഫോൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എഡ്യൂക്കേഷന്റെ സിസ്റ്റം ഒരു ഓൺലൈൻ മീഡിയം ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ മീറ്റിംഗ്സും അതെ, സൂം മീറ്റിംഗ്സും അതെ, കൊച്ചുങ്ങൾക്കും അതെ, ഓരോരോ സൂം മീറ്റിംഗ്സും അതെ, ഗൂഗിൾ മീറ്റിംഗ്സും അതെ, ഇതിന്റെ ത്രൂ ആണ് ഓരോരോ പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവർ അങ്ങനെ തന്നെ അത് യൂസ് ടു ആയി കഴിഞ്ഞിട്ട് അതിന്റെ അഡിക്ഷനിലായിട്ട് അതിന്റെ തന്നെ ഒരു ഇതിലാണ് അവരുടെ ലൈഫും റിവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് പേരൻസ് ആണ്, അതായത് പേരൻസ് ആണ് ഇവരെ ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്നും തീർച്ചയായിട്ടും ഒന്ന് മാറ്റി നിർത്തേണ്ടത്. ഇപ്പോ നമുക്ക് വായനയിലൂടെ മാറ്റാം, പല പല ആക്ടിവിറ്റീസ്, ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വിടാം. ഒപ്പം തന്നെ കൂട്ടുകാരുടെ ഒപ്പം കളിക്കാനായിട്ട് വിടാം. പക്ഷെ ഇന്ന് പറയുന്നത് പേരൻസിന് പോലും അതിനുള്ള ഒരു സമയം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പേരൻസ് കാണിക്കുന്നത് കണ്ടാണല്ലോ കുട്ടികളും പഠിക്കുന്നത്. അതെ, ഇപ്പൊ കുട്ടികളുടെ മുമ്പിൽ വെച്ചായിരിക്കും പേരൻസ് അമിതമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോ കുട്ടികൾ ഫോൺ കിട്ടുമ്പോൾ അവരും അതിൻ്റെതായ രീതിയിൽ അവരുടെ ഫോൺ കിട്ടുകയാണല്ലോ. അപ്പൊ അതനുസരിച്ച് അവരും ചെയ്യുന്നു. പക്ഷെ നമ്മള് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് ഈ മൊബൈലിന്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇപ്പൊ ഫോൺ ഇല്ലാതെ നമുക്ക് പോലും ഇപ്പൊ 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇരിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ
അതിൽ കൂടുതൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ റീൽസ് ആയാലും സിനിമയാണെങ്കിലും പല പല ആക്ടിവിറ്റീസ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈ മൊബൈൽ ഫോൺ വഴിയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ മാത്രമല്ല എല്ലാവരും ഈ മൊബൈലിൽ അഡിക്റ്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ അതും കൂടാണ്ട് ഇന്ന് പാരന്റ്സിന്റെ ഇപ്പൊ കാര്യം പറയുന്നത് പാരന്റ്സിന്റെ മോണിറ്ററിങ് ഇത് തന്നെ അഥവാ നോക്കുകയാണെങ്കിൽ പാരന്റ്സിന്റെ അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പാരന്റ്സിന്റെ തന്നെ ഒരു അക്നോളജ്മെന്റിൽ പാരന്റ്സിന്റെ അപ്രൂവലായിരിക്കണം മൊബൈൽ ഫോൺസ് ഒക്കെ കൊച്ചുങ്ങൾ യൂസ് ചെയ്യണം. അതിനൊരു ഏജ് ലിമിറ്റ് വെക്കുക. അതായത് ഒരു ഹൈ സ്കൂൾ എത്തിക്കഴിഞ്ഞു ഒരു 8th സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഒരു 9th സ്റ്റാൻഡേർഡ് ആ ഒരു ഏജ് ബ്രാക്കറ്റിലാണെന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ മൊബൈൽ ഫോൺസ് എടുത്തിട്ട് അഥവാ യൂസ് ചെയ്യണമെങ്കിലും അവർക്ക് ആ ഒരു പക്വത ഉണ്ടാവും അവർക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളത്. പക്ഷെ അതിനെക്കാട്ടിലും ചെറിയ പ്രായമാണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പൊ 5th and 6th സ്റ്റാൻഡേർഡ് കൊച്ചുങ്ങൾക്കും കൂടെ അത് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചില കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് അറിയാം. പക്ഷെ അത് പ്രോപ്പർ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ബിക്കോസ് സെൽഫോൺസിലും അതെ പല പല ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നുണ്ട്. മാത്രം ഒരു എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ മാത്രം ഒരു കളിക്കണ അല്ലെങ്കിൽ മാത്രം എഡ്യൂക്കേഷന്റെ ഒരു ഫീൽഡിലല്ല ഇപ്പോൾ കൊച്ചുങ്ങൾ സെൽഫോൺസ് ഉപയോഗിക്കണേ. അതിലും പല ഫ്രോഡും പല ക്രിമിനൽ ആക്ടിവിറ്റീസും അതെ ഓരോരോ കേസസ് ഇപ്പൊ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇപ്പൊ ഷബാസിന്റെ തന്നെ കേരളത്തിന്റെ ആ ഇത് നടന്നിട്ടുണ്ട്. നൻചാക്കൂസ് ഒക്കെ പഠിക്കാനായിട്ട് കൊച്ചുങ്ങൾ പഠിച്ചത് യൂട്യൂബ് നോക്കിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ കൊച്ചുങ്ങളെ സെൽഫോണിലാണെങ്കിലും അവർ എന്താ ഒബ്സർവ് ചെയ്യണേ അതിലൊരു പാരന്റൽ റെസ്ട്രിക്ഷൻ ഉള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ട് ഉള്ളതാണ് എനിക്ക് തോന്നിയത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ പോയിട്ട് അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങൾ അവരോട് തന്നെ ഒരു രീതിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ അത് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അത് മാറും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു സമയം വരെ ഒരു 2-3 വർഷം മുന്നേ വരെ ബാങ്ക് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നത് നമ്മളെല്ലാവരും ബാങ്കിൽ പോയിട്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അതായത് ഈ 2020 ശേഷം നമ്മളെല്ലാവരും ഓൺലൈൻ വഴിയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോ നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റു കുട്ടികളോട് ചോദിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഗൂഗിൾ പേയുടെ ആണെങ്കിലും ഫോൺ പേയുടെ ആണെങ്കിലും അത് ഇതൊക്കെ ശരിയാക്കി തരാമെന്ന് പറയുന്നത്. അപ്പൊ അവര് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ഇത് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഭാവിയിൽ വന്ന് പതിക്കുന്നത്. അപ്പോ ഇതെല്ലാം തന്നെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് ഹാർഡായിട്ട് കുട്ടികളുടെ സംസാരിക്കാതെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഈ ഒരു അഡിക്ഷനിൽ നിന്ന് തന്നെ പാരന്റ്സോ അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ഇങ്ങനെ അഡിക്ഷന് കൂടുതലുള്ള കുട്ടികളിൽ നിന്നും എങ്ങനെയെങ്കിലും ഇതൊന്ന് പിന്തിരിപ്പിക്കാനായിട്ട് അവർക്ക് ബുക്സ് ഒക്കെ വായിക്കാൻ കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ കൂട്ടുകൂടാൻ വിടാം. അങ്ങനത്തെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൂടാണ്ട് ഇപ്പൊ പക്ഷെ കൊച്ചുങ്ങളുടെ ഒരു കാര്യമുണ്ട്. അതായത് കൊച്ചുങ്ങളിൽ ഇപ്പൊ നമ്മളും കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര അഡമന്റ് ആയിരുന്നു. അതായത് ചില കാര്യത്തിൽ നമ്മൾ വാശി പിടിക്കുമ്പോൾ നമ്മൾക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ചില കാര്യത്തിലുണ്ട് കൊച്ചുങ്ങൾക്ക് എന്തായാലും അവർ തന്നെ ഏജ് ബ്രാക്കറ്റിൽ പിയർ പ്രഷർ എന്ന് പറയുന്നത് ഫ്രണ്ട്സിന്റെ അടുത്ത് ഇതുണ്ടെങ്കിൽ ഒക്കെ എനിക്കും അത് വേണം. ആ കൊച്ചുങ്ങളുടെ ആ ഒരു ധാരണയാണ് ഇവള് ഇത് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇവൻ ഇത് ചെയ്യട്ടെ എനിക്കും അതേ തന്നെ സെയിം ഫോളോ ചെയ്യണം. അപ്പൊ ചില കാര്യങ്ങളിൽ ഇപ്പൊ മൊബൈൽ ഫോൺസിന്റെ യൂസ് ആയിക്കോട്ടെ പാരന്റ്സിന് അതായത് അതിന്റെ എത്രത്തോളം ആവശ്യമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ ആ കോസ്റ്റ് അതായത് അതിന്റെ പ്രൈസിങ് എങ്ങനെയാണ് മൊബൈൽ ഫോൺസ് ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ കൊച്ചുങ്ങൾക്ക് അതെല്ലാം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ ആവുന്നത്ര പാരന്റ്സിന്റെ അത് അവര് ആവുന്നത്ര ഒരു അവയർനെസ് കൊടുത്തിട്ട് അതായത് ചെറുപ്രായത്തിൽ തന്നെ ഓരോരോ കാര്യവിവരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചാല് ഓബ്വിയസ്ലി കൊച്ചുങ്ങൾക്ക് അത് അവിടുന്ന് അത് പിക്കപ്പ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ ഒരു തന്നെ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങുമ്പോൾ അവർക്ക് തന്നെ ആ ഒരു പക്വത വന്നു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ട് അവർ ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്ക് അവരുടെ നോളേജ് ബേസിസിലും അതെ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന്റെ കാര്യത്തിലായാലും അതെ. അപ്പൊ ഏത് യൂസ് ആണെങ്കിലും അവർ ലീജറിലായാലും ശരി അവരുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും ശരി അവരത് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ട് അത് അങ്ങനെ പോയിക്കോളും. പിന്നെ മാത്രമല്ല ഇപ്പൊ സെൽഫോൺ അഥവാ യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ റേഡിയേഷൻസ് കാരണം കോൺസ്റ്റന്റ് ഹെഡ് ഏക്സ് വരിക മൈഗ്രെയിൻസ് വരിക പിന്നെ അതിന്റെ പല അതായത് ഐസൈറ്റ് കണ്ണിന്റെ കാഴ്ച കുറവ് പിന്നെ ഇപ്പൊ കണ്ടിന്യൂസ്ലി ഇപ്പൊ എയർപോർട്ട് സിസ്റ്റം കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എയർപോർട്ട് സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ്ലി അത് തന്നെ അപ്പൊ ഇപ്പൊ നമ്മുടെ ENTസിനും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഐ സർജൻസിനൊക്കെ നല്ല അത് നല്ല ഡിമാൻഡ് ആവും. ബിക്കോസ് ഈ കുട്ടികളെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കോൺസ്റ്റന്റ് എഫക്ട്സ് ഹെൽത്തിലേക്ക് ബാധിക്കണ്ട. അത് കൊച്ചുങ്ങളും കൂടെ അത് മനസ്സിലാക്കിയിട്ട് വേണം പാരന്റ്സിന് തുടങ്ങുക. കൊച്ചുങ്ങൾ പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഒരു ഏർലി അഡൾട്ട്ഹുഡ് ആവുമ്പോഴേക്കും അവർക്ക് തന്നെ ആ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് അവർക്ക് ചെയ്യാനായിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും തീർച്ചയായിട്ടും. അതുകൂടാണ്ട് ഇന്ന് നമ്മൾ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ സെൽഫോണിന്റെ അഥവാ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി നേരത്തെ നമ്മളുടെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു പ്രോപ്പർ ഒരു വർക്കിംഗ് ഒരു നമ്മുടെ ഒരു ഡയൽ ചെയ്യണ ആ നമ്പറിന്റെ ഒരു ഫോൺ തൊട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വയർലെസ് കോർഡ്ലെസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഹെവി ഹാൻഡ്സെറ്റ് ഉള്ള മൊബൈൽ ഫോൺ നോക്കിയുടെ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇന്ന് നമ്മൾക്ക് ലൈറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ ഈസിലി ലൈറ്റ് വെയിറ്റ് ആയ നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യണം. ഇതേപോലെ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ പോയി കഴിഞ്ഞു എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഹാൻഡ്സ് ഫ്രീ ആയിട്ടും ഓഗ്മെന്റഡ്
റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിന്റെ യൂസ് ചെയ്യണം, അതായത് നമ്മുടെ ബ്രെയിൻ ഇന്റർഫേസ് വെച്ചിട്ട് യൂസ് ചെയ്യണം നമുക്ക് മൊബൈൽ ഫോൺസ് എന്ന് കിട്ടാനായിട്ട്, നമ്മുടെ ഫ്യൂച്ചറിൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോ മൊബൈൽ ഫോണിലാണെന്ന് വെച്ചാൽ നമുക്ക് നമ്പർ എങ്കിലും ഡയൽ ചെയ്യേണ്ടി വരും. ഫ്യൂച്ചറിലോട്ട് ഇനി പോയി കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഇന്റർഫേസ് വെച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ അതിന്റെ അടുത്ത് മാത്രം പറഞ്ഞാൽ മതി, അലക്സയുടെ അടുത്ത് നമ്മളിപ്പോൾ പറയണ പോലെ നമ്മൾ പറഞ്ഞാൽ മതി, അപ്പൊ അത് തന്നെ അത് ഓൺ ആയിക്കോളും. അല്ലെങ്കിൽ മീറ്റ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മതി, അത് കാര്യങ്ങൾ നടന്നോളും. അപ്പൊ അങ്ങനത്തെ ഫ്യൂച്ചറിന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് മൊബൈൽ ഫോൺസിന്റെ ത്രൂ. അതെ, ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ പറയുന്ന മയക്കുമരുന്ന് കഞ്ചാവിന്റെ അഡിക്ഷൻ പോലെ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഡോപ്പമിൻ എന്ന ബ്രെയിൻ ഹോർമോൺ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നിന്ന് നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഒബ്വിയസ്ലി ഇത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ വിശ്വസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിലേക്ക്.